കൃഷ്ണൻ ജീവിച്ചിരുന്നിട്ടില്ല, ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളായി മാറി. അതേസമയത്ത് മറ്റൊരുത്തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആകാശത്തിലെ പറവകളെ നോക്കൂ, അവ വിതയ്ക്കുന്നുമില്ല കൊയ്യുന്നുമില്ല എന്ന്. എന്നാൽ ഏറ്റവും കൂടുതൽ വിതയ്ക്കുകയും കൊയ്യുകയും ഹിന്ദുവിൻ്റെ ഭൂമി കയ്യേറുകയും ചെയ്യുന്ന ആരാണ്? അവരവരുടെ ഗുരു പറഞ്ഞ് കേൾക്കുന്നില്ല. ഈ നിയോ വേദാന്ത സന്യാസിമാരെല്ലാം കടുത്ത ക്രിസ്തു ഭക്തരാണ്. കാരണം വിവേകാനന്ദ സ്വാമിയെ പോലെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സന്യാസി കണ്ടപ്പോൾ പലരും വിചാരിച്ചു ദിസ് ഈസ് ദ റിയൽ ലൈഫ്. അതങ്ങനെയാണെന്ന് അഭിപ്രായം എനിക്കില്ല. 1935 മറ്റോ അമേരിക്കയിൽ പോയ പരമഹംസ യോഗാനന്ദൻ ഇതിന് 100 ഇരട്ടി കാണിച്ചു. അദ്ദേഹം കഴുത്തിൽ കുരിശിൻ്റെ മാല ധരിച്ചുകൊണ്ട് നടന്നിരുന്നു. ഹിന്ദുക്കൾക്ക് സ്വന്തം ധർമ്മത്തോട് അവഹേളനമാണ്. ഒരു സിനിമ എടുത്തിട്ട് ഹിന്ദു ദേവീ ദേവന്മാരെ മുമ്പൊക്കെ ഒരു വിഗ്രഹത്തെ തുപ്പുന്ന കാണിക്കാമായിരുന്നു. അതിനെ അവർ പറഞ്ഞിരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ്. ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ പല പ്രവാചകന്മാരുടെയും ജീവിതങ്ങൾ ജനങ്ങൾ പച്ചയ്ക്ക് ചോദ്യം ചെയ്യുന്ന കാലമാണ്. എൻ്റെ ഭയം എന്താണെന്നറിയോ? ഇത് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ നല്ല 916 ഹിന്ദുവായി വിരാട് കോഹ്ലി നാളെ ക്രൈസ്റ്റ് ഒരു റിയാലിറ്റി ആണെന്ന രീതിയിലേക്ക്. ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യം, ആരാണ് ഹിന്ദു, അല്ലെങ്കിൽ എന്താണ് ഹിന്ദുത്വ, എന്താണ് സനാതനധർമ്മം, ഇതിനെ പറ്റിയിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ സനാതനധർമ്മം ആണ് പ്രാചീന പദം. സനാത് എന്നതിൻ്റെ അർത്ഥം അവ്യയം എന്നാണ്, നശിക്കാത്തത്. അപ്പം ഏതൊന്നിൻ്റെ ഗുണവിശേഷമാണോ നശിക്കാത്ത അവസ്ഥ, അത്തരത്തിലുള്ള ധർമ്മം. ഇപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ ആദിശങ്കര ഭഗവത്പാദാചാര്യർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിനെ. ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു യഹ് സ ധർമ്മ. ജഗത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പിന് കാരണമായിട്ടുള്ളതും ജീവനുള്ള എല്ലാറ്റിൻ്റെയും, പ്രാണികളുടെ എല്ലാറ്റിൻ്റെയും, മനുഷ്യന് മാത്രമല്ല, മനുഷ്യനും മനുഷ്യേതര ജീവി എല്ലാവരുടെയും ജീവസന്ധാരണത്തിനും ഭൗതിക ഐശ്വര്യത്തിനും അവസാനം മോക്ഷത്തിനും കാരണമാകുന്ന 2 തരം വാല്യൂസ് ഉണ്ടല്ലോ. ഭൗതികമായ ഐശ്വര്യത്തിനുള്ള അഭ്യുദയത്തിനുള്ള വാല്യൂസ് ഉണ്ട്, നിശ്രേയസത്തിനുള്ള വാല്യൂസ് ഉണ്ട്. ഈ 2 വാല്യൂസും ഹിന്ദു എന്ന് പഠിപ്പിക്കണം. പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും. ഈ 2-നുമുള്ള വാല്യൂസിൻ്റെ ആകത്തുകയാണ് ധർമ്മം. ഒരു ഗൃഹസ്ഥൻ എന്ത് ധർമ്മം അനുഷ്ഠിക്കണം, സന്യാസി എന്തനുഷ്ഠിക്കണം, വാനപ്രസ്ഥാശ്രമം എന്തനുഷ്ഠിക്കണം, ബ്രഹ്മചാരി എന്തനുഷ്ഠിക്കണം, ഇങ്ങനെ ഓരോ ഇതിനും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ടോട്ടാലിറ്റിയാണ് ധർമ്മം എന്നുള്ള പദം കൊണ്ട്. വലിയ പദമാണിത്. നമ്മളൊക്കെ പക്ഷേ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പറയില്ല, ധർമ്മക്കാരൻ വന്നിരിക്കുന്നു, 10 പൈസ എടുത്ത് കൊടുത്തേക്ക്. അല്ലെങ്കിൽ ധർമ്മക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദുക്കൾക്ക് സ്വന്തം ധർമ്മത്തോട് അവഹേളനമാണത്. ധർമ്മക്കാരൻ എന്നൊരാളില്ല. ധർമ്മക്കാരൻ ശിവനാണ്. കാരണം ധർമ്മഋഷഭത്തിന് മേലെ നടക്കുന്ന ആൾ. അപ്പോൾ ആളുകൾ അത്ര ലാഘവത്തോടു കൂടി എടുക്കുന്നൊരു പദമാണ് ധർമ്മം. പക്ഷെ സത്യത്തിൽ അതല്ല. ധർമ്മം എന്നത് നമ്മുടെ ഭൗതിക ആത്മീയ ജീവിതത്തിന് 2-നും ഉതകുന്ന മൂല്യങ്ങളുടെ ആകത്തുകയാണ്. അതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അത് വൈദിക കാലം മുതലേ അത് ഒരു ശീകരധാരയായിട്ട് ഇങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിൽ, ഇപ്പം വൃദ്ധവ്യവഹാരം എന്ന് പറയുന്നത്, അതായത് ഒരു തരത്തിൽ ഒരു വേദാന്ത ഗ്രന്ഥവും പഠിച്ചിട്ടില്ലാത്ത, ഒരു പുസ്തകവും പഠിച്ചിട്ടില്ലാത്ത, ഒരു പ്രഭാഷണവും കേട്ടിട്ടില്ലാത്ത ഒരു നാടൻ ചായക്കടക്കാരനും കർഷകനും ഹിന്ദു ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ കാറ്റഗിസം ക്ലാസ്സില്ല, മദ്രസയില്ല, എങ്കിലും അവനറിയാം അമ്മയെ വന്ദിക്കണം, അച്ഛനെ വന്ദിക്കണം, ഗുരുനാഥനെ വന്ദിക്കണം, അല്ലെങ്കിൽ അന്യൻ്റെ ദ്രവ്യം മോഷ്ടിക്കരുത്, ഇതൊക്കെ അവനറിയാം. അപ്പം അങ്ങനെ ജനങ്ങളുടെ മണ്ണിനോട് ചേർന്ന് വളർന്നു നിൽക്കുന്നൊരു ധർമ്മം ഇത് മാത്രമേ ഭൂമിയിലുള്ളൂ ഇപ്പോൾ. കാരണം മറ്റെല്ലാം ഒരു സാമ്രാജ്യം വളരാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത മതങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ്റെ ജീവിതത്തെ മാത്രം പിൻപറ്റി നിൽക്കുന്ന മതങ്ങൾ, ഇങ്ങനെയാണ്. സനാതനധർമ്മം അങ്ങനെയല്ല. ഇവിടുത്തെ എല്ലാ നമ്മുടെ മത നേതാക്കന്മാരും മരിച്ചു പോയാലും, അല്ലെങ്കിൽ അവരെപ്പറ്റി എല്ലാം കുറ്റം പറഞ്ഞാലും, ഒരു കർഷകന് നാച്ചുറലി അറിയാം മണ്ണിൽ തൊട്ട് വന്ദിച്ചിട്ട് വേണം അത് കളയ്ക്കാൻ, മരത്തോട് അനുമതി ചോദിച്ചിട്ട് വേണം മുറിക്കാൻ. ഇങ്ങനെയുള്ള ഒരു സ്വാഭാവികമായ മൂല്യബോധത്തിൻ്റെ പേരാണ് സനാതനധർമ്മം. ചോദിച്ചാൽ രണ്ടാമത്തെ ഹിന്ദുത്വ എന്ന് ചോദിച്ചല്ലോ. ഹിന്ദുത്വ എന്നത് ഈ മൂല്യങ്ങൾ പാലിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ, ഡിഫൻസ് ഇല്ലാത്ത, സംഘടിതരല്ലാത്ത ജനതയെ ആക്രമിക്കാൻ വേണ്ടി വൈദേശിക ശക്തികളും ഇസങ്ങളും ശ്രമിക്കുമ്പോൾ അതിനെതിരെ നമ്മൾ ഉയർത്തുന്ന കുന്തമുനകളുടെ പേരാണ് ഹിന്ദുത്വ. അത് നമ്മളുടെ പൊളിറ്റിക്കൽ ഡിഫൻസ് സിസ്റ്റമാണത്. അത് മാറി മാറി വരും. ഇപ്പോൾ അത് ഒരു പർട്ടിക്കുലർ പാർട്ടി ആയിരിക്കും ചെയ്യുന്നത്, നാളെ അത് വേറെ രീതിയിൽ രൂപപ്പെടുമായിരിക്കും. അപ്പോൾ കാലത്തിൻ്റെ അനിവാര്യതയായിട്ടാണ് ഹിന്ദുത്വം വന്നത്. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമ എടുത്തിട്ട് ഹിന്ദു ദേവീ ദേവന്മാരെ മുമ്പൊക്കെ ഒരു വിഗ്രഹത്തെ തുപ്പുന്ന കാണിക്കാമായിരുന്നു. അതിനെ അവർ പറഞ്ഞിരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ്. ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമോ? 2 വട്ടം ആലോചിക്കും. എന്തുകൊണ്ടാണ്? അങ്ങനെ അവഹേളിക്കപ്പെടേണ്ടതല്ല നമ്മുടെ സംസ്കാരം എന്ന ബോധ്യം ഉണ്ടാക്കി കൊടുത്ത ഒരു പൊളിറ്റിക്കൽ എൻവയറൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ആ പൊളിറ്റിക്കൽ എൻവയറൺമെൻറ്റ് അനിവാര്യമാണ് തന്നെ. അതില്ലെങ്കിൽ നിൻ്റെ കൃഷ്ണനൊക്കെ എന്തിനു കൊള്ളാമടാ, നിൻ്റെ അയ്യപ്പൻ എന്താടാ, അങ്ങനെയൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ ഇന്ന് സമൂഹത്തിൽ കുറച്ചൊന്ന് ഹഷപ്പ് ചെയ്യാൻ കാരണം ഈ ഹിന്ദുത്വയുടെ വളർച്ചയാണ്. ഹിന്ദുത്വം ഉള്ളതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നതിപ്പോൾ RSS എന്നോ BJP എന്നോ ആയിരിക്കും ആൾക്കാർ പറയുന്നത്. ഒരു 100 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ അത് രൂപാന്തരം വന്ന് മറ്റൊരു സംഘടനയാവാം. അപ്പോൾ അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ പ്രസ്ഥാനം അല്ലെങ്കിൽ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശിവാജി മഹാരാജ്, ഛത്രപതി ശിവാജി മഹാരാജ്, ഭാരതം കണ്ട ഏറ്റവും വലിയ വീരപുത്രൻ, അർജുനന് ശേഷം എന്ന് വേണേൽ പറയാം. ആ മഹാപുരുഷൻ്റെ ജീവിതഘട്ടത്തിൽ അദ്ദേഹം ജനിച്ചപ്പോൾ ചിന്തിച്ചിട്ടില്ല ഇതാണ് ദൗത്യം എന്ന്. പക്ഷേ സനാതനധർമ്മത്തിന് അങ്ങനൊരു സിസ്റ്റം അതിനുള്ളിൽ തന്നെ ഉണ്ട്, ഒരു എംബഡഡ് സിസ്റ്റം ഉണ്ട്. ഒരു സാധാരണക്കാരനെ വിളിച്ചിട്ട് വലിയ ശക്തനാക്കി മാറ്റും. അവൻ ഒരു 100 കൊല്ലത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. ഒരു വിവേകാനന്ദനോ ഒരു ശങ്കരാചാര്യരോ, അങ്ങനെ മഹാന്മാരെ വളർത്തിയെടുക്കാൻ വളരെ ഫലഭൂയിഷ്ടമായ മണ്ണാണിത്. ഒരു പ്രവാചകനെ മാത്രം പിടിച്ചുകൊണ്ടിരിക്കുകയില്ല. ഇപ്പോൾ പല പ്രവാചകന്മാരുടെയും ജീവിതങ്ങൾ ജനങ്ങൾ പച്ചയ്ക്ക് ചോദ്യം ചെയ്യുന്ന കാലമാണ്. വളരെ ജനങ്ങൾ ഭയമില്ലാതെ, പണ്ടൊക്കെ വെട്ടിക്കൊല്ലുന്ന കേസാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള പവർ കൊടുക്കുന്ന ഒരു ഓപ്പൺ കൾച്ചറാണിത്. പക്ഷേ ചിലർ പറയും, എന്തിനാ ഇപ്പോൾ ഹിന്ദുത്വം, സനാതനധർമ്മം എല്ലാവരും സ്വീകരിക്കില്ലേ? സ്വീകരിച്ചവർ അതായത് നമ്മുടെ ഇരിപ്പ് ലിവിങ് റൂമിൽ ഇരിക്കാതെ കിടപ്പറയിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നത്. അതിഥികൾ വിരുന്നുകാർ വേട്ടക്കാരായി തീർന്നു. ആനന്ദിൻ്റെ പുസ്തകമുണ്ടല്ലോ, വിരുന്നുകാർ വേട്ടക്കാരായി തീർന്നപ്പോൾ തദ്ദേശവാസികളും ഈ നാടിൻ്റെ മണ്ണിൻ്റെ സംസ്കാരമുള്ളവരുമായ സനാതനധർമ്മികൾക്ക് വാളെടുക്കേണ്ടി വന്നതാണ് ചരിത്രം. അനിവാര്യതയാണ്. അല്ലാതെ സനാതനധർമ്മം ആരെയും അങ്ങോട്ട് പോയി ആക്രമിക്കുന്നില്ല, ഒരു രാജ്യവും കീഴ്പ്പെടുത്താൻ പോകുന്നില്ല, ഒരാളുടെയും അങ്ങോട്ട് പോയിട്ടൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ എന്നെ കടത്തിപ്പുറപ്പിക്കില്ല, ഞാൻ ആരാധിക്കുന്ന എൻ്റെ പൂർവ്വമൂർത്തികളൊക്കെ പൊട്ടയാണ് എന്ന് പറയുമ്പോൾ അതിനൊരു ഡിഫൻസ് വേണം. അത് നാച്ചുറലി വരുന്നതാണ്. അങ്ങനെ ശിവാജി മഹാരാജ് മുഗളന്മാരെ തോൽപ്പിച്ച കാലം മുതൽ ഇതിൻ്റെ ഒരു വിത്തിട്ടിട്ടുണ്ട്. അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ടാവും, നമുക്കറിയില്ല. ഇന്നതൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സംഘടനയായിട്ടോ ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ കാലത്തിൻ്റെ അനിവാര്യതയാണ്. കാലം ഓരോന്നിനെ സൃഷ്ടിച്ചു വിടുകയാണ്. ഇത് നാളെ ഹിന്ദുത്വത്തെ വേണ്ടത്ര സംരക്ഷിക്കുന്നില്ലാന്ന് തോന്നിയാൽ വേറെ ഒരു സംഘടന രൂപപ്പെട്ടു വരും. അപ്പോൾ ഇത് സനാതനധർമ്മത്തിൽ ഇത് എംബഡഡ് ആണ്. ഇത് ആരെങ്കിലും ഇതിനെ വളരെയധികം ഭർഷിക്കാൻ നോക്കിയാൽ ഇതിൽ നിന്ന് തന്നെ അതിശക്തരായിട്ടുള്ള ആളുകൾ ഉയർന്നു വരും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത്ര റിലാക്സ്ഡ്. ഹിന്ദുക്കൾ വളരെ റിലാക്സ്ഡ് ആണ്. അവിടെ ഒരു സിനിമ എടുത്തെന്ന് പറഞ്ഞാലോ ചിത്രം വരച്ച് പറഞ്ഞാലോ പെട്ടെന്നൊന്നും നമ്മൾ പ്രകോപിതരാകുന്ന കാരണം വി നോ ദാറ്റ് ദ ഡിഫെൻസ് വിൽ കം ഫോർ ഷുവർ. നമ്മൾ വെയിറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് ഹിന്ദുത്വം. സനാതനധർമ്മം എന്നതിൻ്റെ സംരക്ഷണ കവചമായി നാച്ചുറലി രൂപപ്പെടുന്ന ഒന്നാണ് ഹിന്ദുത്വം. ഇനി എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ തന്നെ, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഇപ്പോൾ നമ്മളൊരു ഡിഫെൻസീവ് മെക്കാനിസം വന്നിരിക്കുന്നത് തന്നെ. ഇപ്പം ഞാൻ കുറച്ച് ഡിഫെൻഡീവായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് പബ്ലിക് വേദിയിലുമൊക്കെ തന്നെ. ഇത് വന്നിരിക്കുന്ന തന്നെ ഒരു എക്സിസ്റ്റൻസ് ക്രൈസിസ് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. ആ ഒരു എക്സിസ്റ്റൻസ് ക്രൈസിസിനകത്തു നിന്നിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഈ പറഞ്ഞിരിക്കുന്ന സോക്കോൾഡ് ഹിന്ദു മതം എന്നുള്ള രീതിയിലെത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു മതം എന്ന് പറഞ്ഞ ഒരു സെമറ്റിക് കോൺസെപ്റ്റ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഒരു ഏകശിലാരൂപം എന്ന് പറയുന്ന സംഭവം, ഇപ്പം നമ്മൾ ശിവനെ നമ്മൾ ആരാധിക്കുന്നു അല്ലെങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുന്നു, ഇതിനെല്ലാം തന്നെ ഒരു 360 ഡിഗ്രി ഒരു ആംഗിളുണ്ട്. ചിലർ സ്വാത്വികപരമായിട്ട്, ചിലർ തമോ ഗുണത്തിൽ, ചിലർ രജോ ഗുണത്തിൽ ഒക്കെ തന്നെ ആചരിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ മിക്സായിരിക്കുന്ന സമ്പ്രദായത്തിൽ ആചരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഒരു ഏകശിലാരൂപം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ആധ്യാത്മിക ആചാര്യന്മാർ വരുന്നുണ്ട്. അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. പിന്നെ സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ, ഓൺലൈനിൽ കൂടിയിട്ട് നിങ്ങൾക്ക് ദശമഹാവിദ്യ പഠിക്കാം, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൂടുന്നു. ആക്ച്വലി നമ്മളെല്ലാം ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സിറ്റുവേഷനാണ്. ഇപ്പം പണ്ടത്തിനേക്കാളിലും യങ്സ്റ്റേഴ്സ് കൂടുതൽ സ്പിരിച്വലായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ റിലീജിയസ് ആവുന്നതിനെക്കാട്ടിൽ. അപ്പോൾ ഈ ഒരു കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. നമ്മുടെ ഒരു പൂർവികപരമായിരിക്കുന്ന സംസ്കാരത്തിനകത്ത് ആൾക്കാരെ കൺഫ്യൂസ്ഡ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പം എന്നെപ്പോലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു എക്സിസ്റ്റൻസ് ക്രൈസിസ് വഴിയിട്ടാണ് നമ്മളൊക്കെ ഇതിനെ വേണ്ടിയിട്ട് സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ, ഒരു ഡിഫെൻഡീവായിട്ട്. ഇതിന് അങ്ങ് കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇതിനെപ്പറ്റി പല രീതിയിൽ സംസാരിച്ചിട്ടുമുണ്ട്. അങ്ങക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അതായത് ഓരോ കാലവും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ കാലമാണ് ഇതിൻ്റെ സ്രഷ്ടാവ് ശരിക്കും. ഇപ്പോൾ ആളുകൾക്ക് നേരിട്ട് പാഠശാലയിൽ പോയിട്ട് ചമതയും കൊണ്ട് പോയിട്ട് എന്നെ പഠിപ്പിച്ചാലും എന്നും പറഞ്ഞൊരു ഗുരുകുലത്തിൽ പോയിട്ട് നിന്ന് ഗുരുവിനെ സേവ ചെയ്ത് അവിടെ കണ്ടത്തിന് വെള്ളം കോരി അതൊന്നും നടക്കുന്ന കാര്യമല്ല. വളരെ ഫാസ്റ്റ് ലൈഫാണ്, പ്രോഗ്രസീവ് ലൈഫ് എന്ന് പറയുന്ന ലൈഫാണ്. അപ്പോൾ ആളുകൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നായിരിക്കുക. ഇപ്പോൾ ഒരാൾക്ക് സുന്ദരകാന്ഡം പഠിക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക്
ദശമഹാവിദ്യയെപ്പറ്റി പഠിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ മാധ്യമം തെറ്റല്ല, കാരണം വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു ഹിന്ദു, അവൻ്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടി അവിടെ പോയിരിക്കുന്നത്, അവൻ ഇന്ത്യയിലുള്ളൊരു ഗുരുവിനെ ബന്ധപ്പെടണമെങ്കിൽ, നിത്യമായിട്ട് ക്ലാസ് കിട്ടണമെങ്കിൽ അവന് കരണീയമായൊരു വഴി ഈ പുതിയ മെത്തഡോളജിയിലൂടെ, ഈ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനിൽ വരിക എന്നുള്ളതാണ്. സൂമിലോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലോ. അതിനെ തെറ്റ് പറഞ്ഞുകൂടാ. അതിൻ്റെ വിഷയം എവിടെ വരുന്നത് വെച്ചാൽ, ഈ പഠിപ്പിക്കുന്ന വ്യക്തിക്ക് അതിൽ അറിവുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അറിവുണ്ടായിരിക്കണം. അനിവാര്യമായത് അവൻ്റെ സാധനയാണ്. നല്ല സാധനാബലവും അറിവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് തെറ്റെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല. ഞാനത് വളരെ മുമ്പൊക്കെ ഞാനത് എതിർക്കുമായിരുന്നു. കാരണം ഞാൻ അങ്ങനെ നേരിട്ടുള്ള പാഠശാലയിൽ പഠിച്ച ആളാണ്. അപ്പോൾ അത് പഴയ മാമൂല് ചിന്തിക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് തോന്നി, ശരിയാണ്, അത്തരത്തിൽ ഇനിയുള്ള തലമുറയിൽ നിന്ന് അങ്ങനെ ഒരു ത്യാഗം പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് റെഗുലർ സ്കൂളിങ്ങിന് പോകണം. CBSEയിലോ ICSEയിലോ ചേർക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് കോമ്പറ്റീറ്റീവായ ഒരു ലോകത്ത് ജീവിക്കണമെങ്കിൽ അവർ പല കാര്യം പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്ത് എല്ലാവരും പാഠശാലയിൽ വന്ന് പിന്നെ കിണറ്റിന് വെള്ളം കോരിയിട്ടും മുറ്റടിച്ച് വാരിയിട്ടും ചാണകം മെഴുകിയിട്ടും ഒന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അനിവാര്യതകളെ തള്ളിക്കളയരുത്, അത് മൗഢ്യമാണ്. പക്ഷേ അതിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ആ പഠിപ്പിക്കുന്ന വ്യക്തിക്ക് ഈ പാഠ്യവിഷയത്തിൽ അറിവുണ്ട്, തപസ്സുണ്ട് എന്ന കാര്യമാണ്. പിന്നെ ഗ്രീഡിൻ്റെ കാര്യം അത് പറയാം. ഗ്രീഡാണല്ലോ പറഞ്ഞത്. നമ്മൾ ഹിന്ദുക്കൾക്കൊരു കുഴപ്പം പറ്റിയത്, ശിവാജി മഹാരാജിൻ്റെ കാലം വരെ നമ്മുടെ ഒരു അമ്പലം വാൻഡലൈസ് ചെയ്താൽ അവനെ പിടിച്ച് വെട്ടിക്കൊല്ലുക ചെയ്യുന്നത്, ഈ പുതിയ നിയമങ്ങൾ വരുന്നതിന് മുമ്പ്. അപ്പം വളരെ ഡിഫെൻസീവായ അറ്റ് ടൈംസ് ഒഫെൻസീവായൊരു കൾച്ചറാണിത്. ഇത് വെറും പിന്നെ പഴംപിഴിങ്ങളുടെ കൾച്ചറല്ല. കാരണം ഗീതയിൽ എന്താ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്? ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വാ ഉത്തിഷ്ഠ പരന്തപ എന്നാണ്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അടിക്ക്, നീ ദൗർബല്യം പിടിച്ചിങ്ങനെ ചടഞ്ഞിരിക്കാതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ശ്രീകൃഷ്ണനെ പോലെ ഈ ഭാരതം കണ്ട ഏറ്റവും വലിയ മഹാഗുരുവെന്നോ അവതാരമെന്നോ പറയാവുന്ന ഒരു മഹാശക്തി നമ്മളോട് പറഞ്ഞത്, മൗഢ്യം വെടിയൂ, ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യം വെക്കല്ലേ, ശത്രു കൊല്ലപ്പെടണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ ഈ രാജ്യത്തെ നിയമങ്ങൾ വന്നപ്പോൾ നമ്മളെല്ലാം ഒതുങ്ങിയതാണ് സത്യം പറഞ്ഞത്. മതങ്ങളും മനുഷ്യരും ഒതുങ്ങി. കാരണം ഒരു കോമൺ ലോ എല്ലാവർക്കും ബാധകമായിട്ട് വന്നു, അല്ലേ? അപ്പോൾ ഇതിലും ഞാൻ പറയുന്നത്, ഗ്രീഡ് എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങേക്കൊരു ലൂയി ഫിലിപ്പിയുടെ ഷർട്ട് വാങ്ങണം, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഫംഗ്ഷൻ പങ്കെടുക്കാനുണ്ട്. അങ്ങ് പറയണം, വേണ്ട, എനിക്ക് ഖാദിയുടെ ഒരു തോർത്തും മുണ്ടും മതി എന്ന് പറഞ്ഞ് അങ്ങ് പോവില്ല, ഞാനും പോവില്ല. അപ്പോൾ ഈ ലൂയി ഫിലിപ്പ് ഷർട്ടിന് വില എന്താണ്? അല്ലെങ്കിൽ ഒരു US പോളോ അതിൻ്റെ ഷർട്ട് വാങ്ങണം എന്ന് വിചാരിക്കാം. ഒരു ഷർട്ടാവട്ടെ, ഒരു ഷൂ ആവട്ടെ, നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഭൗതിക ലോകത്ത് ഇപ്പോൾ ക്രമാതീതമായ വില നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സംഗതിയാണ്. ഓൺലൈൻ പഠിപ്പിക്കുന്ന ഒരു ആചാര്യനെ സംബന്ധിച്ച് അയാൾക്കും കുടുംബമുണ്ട്, അയാൾക്കും ഈ പറഞ്ഞ പോലെ സോഷ്യൽ ലൈഫുണ്ട്. സന്യാസിയല്ല അയാൾ. അപ്പോൾ സന്യാസി അല്ലാത്ത വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആചാര്യന്മാരും പണ്ടൊക്കെ ഗൃഹസ്ഥരാണ് പഠിപ്പിച്ചിരുന്നു. എന്തിന്? ഈ കേരളത്തിലെ വലിയ ആത്മീയ നേതാവായിട്ടുള്ള ശ്രീനാരായണ ഗുരു എവിടെയാണ് പഠിച്ചത്? ഒരു കുടുംബത്തിൽ പോയി ഗൃഹസ്ഥൻ്റെ അടുത്താണ് പഠിക്കുന്നത്. ശ്രീനാരായണ ഗുരു സന്യാസം സ്വീകരിച്ചു, ശരി തന്നെ. ശ്രീനാരായണ ഗുരു എവിടെ നിന്ന് പഠിച്ചു? ഒരു ഗൃഹസ്ഥൻ്റെ അടുത്താണ് പഠിക്കുന്നത്. അപ്പോൾ ഗൃഹസ്ഥൻ പണ്ട് സമൂഹത്തിൻ്റെ, സമാജത്തിൻ്റെ ഗുരുവാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന് ശേഷം, അല്ലെങ്കിൽ വിവേകാനന്ദന് ശേഷം, ഏകദേശം സമകാലീനരാണ്, ഏകദേശം സംഭവിച്ചൊരു വലിയ മാറ്റം. സന്യാസിമാർ ഈ പഠിപ്പിക്കൽ എന്ന റോൾ ഏറ്റെടുത്തു. അപ്പോൾ എന്തു പറ്റി? അവർ പരിചയിച്ചിട്ടുള്ള വേദാന്ത ശാസ്ത്രത്തെ എല്ലാവരോടും അവരതേ പഠിച്ചിട്ടുള്ളൂ. പണ്ട് നമ്മൾ തമാശയായിട്ട് പറയില്ലേ, ഒരു കുട്ടി തെങ്ങിനെ പറ്റി പഠിച്ചുകൊണ്ട് പോയി. അപ്പോൾ ചോദ്യം വന്ന പശുവിനെ പറ്റിയാണ്. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? പശുവിനെ പിടിച്ച് തെങ്ങ് കെട്ടിയിട്ട് തെങ്ങിനെ വർണ്ണിച്ചു. അതുപോലെ സന്യാസിമാരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഭൗതിക ജീവിതം നശ്വരമാണ്, നീ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണ്, നീ നിരതിശയമായ ആനന്ദം ആത്മാവിൽ മാത്രമാണ്, അത് പുത്രധാരാദികളിലില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ പഠിച്ച തെറ്റല്ല.
അത് നമ്മുടെ തുര്യാശ്രമമാണ്. 4 ആശ്രമങ്ങളിൽ ഏറ്റവും അവസാനത്തെ 4ാമത്തെ ആശ്രമമാണേത്? സന്യാസം. അവിടെ സന്യാസിയായൊരു ഗുരുവിൽ നിന്ന് പഠിച്ച പാഠമാണ് ഈ സന്യാസി കല്യാണം കഴിച്ച് പിറ്റേന്നൊരു ആളോട് പ്രഭാഷണം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ജീവിതാസക്തി എന്ന് പറയുന്നത് കവികളാവട്ടെ, ശാസ്ത്രജ്ഞരാവട്ടെ, പര്യവേക്ഷണം ചെയ്യുന്നവരാവട്ടെ, കർഷകരാവട്ടെ, ഇതൊക്കെ ജീവിതാസക്തിയോട് ചെയ്യുന്നതാണ്. കർഷകൻ കൃഷി ചെയ്യുന്ന വെറുതെ മണ്ണിൽ തൂമ്പിട്ട് തോണ്ടാൻ വേണ്ടിയിട്ടല്ല, അവന് ജീവിക്കാനാണ്. അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ പര്യവേക്ഷണം ചെയ്യുന്ന അതിലും ജീവിക്കുക എന്നൊരു പദ്ധതിയുണ്ട്, അവന് ജീവിക്കട്ടെ. അപ്പം എക്സിസ്റ്റ് ചെയ്യുക, അന്തസ്സായിട്ട് അഭിമാനത്തോടെ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഹിന്ദുവിന് വിവേകാനന്ദന് മുമ്പ് വരെ അതായിരുന്നു നമ്മുടെ ചിന്ത. വിവേകാനന്ദന് ശേഷം, കാരണം വിവേകാനന്ദ സ്വാമിയെ പോലെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സന്യാസി കണ്ടപ്പോൾ പലരും വിചാരിച്ചു ദിസ് ഈസ് ദ റിയൽ ലൈഫ്. അതങ്ങനെയാണെന്ന അഭിപ്രായം എനിക്കില്ല. പിന്നെ താഴെ തെറി വരും. കാരണം സന്യാസിമാർ പഠിപ്പിച്ച് വടക്കാക്കി വെച്ചിട്ടുള്ള ആൾക്കാരാണല്ലോ പറയാം. ഈ ആൾക്കാർക്ക് തന്നെ കോടികൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാം. പക്ഷേ എന്നെ പറയുമ്പോൾ തെറി പറയാമല്ലോ ഫ്രീ ആയിട്ട്. ഒരു ഇമെയിൽ ID ഉണ്ടായ പോലെ യൂട്യൂബിൽ ആർക്കും പറയാം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഷിഫ്റ്റ് ഉണ്ടല്ലോ, അതായത് ഭൗതികത വേണം. ഈശാവാസ്യോപനിഷത്തൊക്കെ പറയുന്നത് 100 വർഷം സകല സമൃദ്ധിയോടുകൂടി ജീവിക്കാനാണ് പറയുന്നത്. ആ ഒരു ലൈഫിൻ്റെ വിഷൻ, ആ വൈദിക് വിഷൻ അതാണ്. അതിൽ നിന്ന് പെട്ടെന്ന് ഔപനിഷിതമായ അല്ലെങ്കിൽ വേദത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രം മാറിയപ്പോൾ ഹിന്ദു ഭൗതികമായ ഒന്നും വേണ്ട എന്നായി. സ്ഥലം മുഴുവൻ അന്യമതസ്ഥർ കൊണ്ടുപോയി. കയ്യേറിയും അല്ലാതെയും എല്ലാം വിറ്റു തുലച്ച ഹിന്ദു ജീവിതം ഒരു നാടകശാല എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. അതേസമയത്ത് മറ്റൊരുത്തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആകാശത്തിലെ പറവകളെ നോക്കൂ, അവ വിതയ്ക്കുന്നുമില്ല കൊയ്യുന്നുമില്ല എന്ന്. എന്നാൽ ഏറ്റവും കൂടുതൽ വിതയ്ക്കുകയും കൊയ്യുകയും ഹിന്ദുവിൻ്റെ ഭൂമി കയ്യേറുകയും ചെയ്യുന്ന ആരാണ്? അവരവരുടെ ഗുരു പറഞ്ഞ് കേൾക്കുന്നില്ല. നമ്മുടെ കൃഷ്ണൻ എന്താ പറഞ്ഞത്? സമ്പാദിക്കൂ, ഐശ്വര്യത്തോടെ ജീവിക്കൂ, അല്ലേ? അല്ലെങ്കിൽ പിന്നെ നല്ല നല്ല കാര്യങ്ങൾ ഉടുക്കൂ, വസ്ത്രം ധരിക്കുന്നില്ല പറഞ്ഞ്. നമ്മൾ നമ്മുടെ ഗുരു പറഞ്ഞല്ല കേൾക്കുന്നത്. ഈ നിയോ വേദാന്തം എന്നൊന്നുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. നിയോ വേദാന്തവും വേദാന്തവും നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ക്രമമായിട്ടാണ് പഠിപ്പിക്കുന്നത്. സന്ധ്യാവന്ദനം മുതൽ വൈദിക സൂക്തങ്ങൾ, വൈദിക ആചരണങ്ങൾ, അല്ലെങ്കിൽ തന്ത്രമാണ്. അന്നും തന്ത്രം സമാന്തരപാതയാണ്. താന്ത്രികമായ പൂർവിക ആരാധന, കുലദേവത ആരാധന, ജീവിതം നന്നാവാൻ വേണ്ടിയിട്ട് അതൊക്കെ. അല്ലാണ്ട് എല്ലാം അടുത്ത് പെട്ടെന്ന് ചത്തു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമാരെങ്കിലും ഇല്ല. അപ്പം ജീവിതത്തെ വളരെ സമഗ്രമായി കണ്ട് അതെല്ലാം വളരെ ഐശ്വര്യപൂർണ്ണമാണെന്ന് വിചാരിച്ച ആ വൈദിക താന്ത്രിക പാരമ്പര്യത്തിൽ മാറി നിയോ വേദാന്തം വന്നു. സത്യം പറഞ്ഞ നിയോ വേദാന്തം ഇസ് എ മിക്സ്ചർ ഓഫ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ഹിന്ദുയിസം. ഈ നിയോ വേദാന്ത സന്യാസിമാരെല്ലാം കടുത്ത ക്രിസ്തു ഭക്തരാണ്. തീർച്ചയായിട്ടും നിയോ വേദാന്തത്തിൻ്റെ ഈ ഒരു ഷിഫ്റ്റ് വന്നത് വിവേകാനന്ദനിലൂടെയാണ്. വിവേകാനന്ദന് ശേഷം നമ്മൾ ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, ഗോ നേറ്റീവ്. ഒരാൾ ഇംഗ്ലണ്ടിൽ പോയി, ഇവിടുന്ന് ഒരു കുമാരേട്ടൻ ഇംഗ്ലണ്ടിൽ പോയി. കുമാരേട്ടൻ നോക്കി എല്ലാവരും കോട്ടും കാൽസറായിട്ടാണ് നടക്കുന്നത് എല്ലാവരും. അപ്പോൾ ഇംഗ്ലീഷുകാരനെ പോലെ അഭിനയിക്കാൻ തുടങ്ങി അയാളും, ഇംഗ്ലീഷുകാരനെ പോലെ വസ്ത്രം ധരിക്കുക. ഇതാണ് നിയോ വേദാന്തി ചെയ്തത്, ഗോ നേറ്റീവ്. വിവേകാനന്ദ സ്വാമികൾ തുടങ്ങി വെച്ച നിയോ വേദാന്തത്തിൻ്റെ ആ അലയൊലി അമേരിക്കയിൽ കുറേ പേര് ഹിന്ദുമതത്തെ മനസ്സിലാക്കാൻ സഹായിച്ചെങ്കിലും കുറേ ഹിന്ദുക്കളെ അത് ക്രിസ്തു ഭക്തരാക്കി മാറ്റി എന്നതും കൂടെ നമ്മൾ കാണാതിരിക്കരുത്. ചരിത്രപരമായി ഒരു രേഖയിലും അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നായിട്ടില്ലെങ്കിലും അതാണ് യാഥാർത്ഥ്യമെന്നും കൃഷ്ണൻ ഒരു മിഥ്യയാണെന്നും ധരിക്കാൻ ഹിന്ദുക്കൾ തുടങ്ങി. കൃഷ്ണൻ ജീവിച്ചിരുന്നിട്ടില്ല, ക്രിസ്തു ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കുന്ന ആളുകളെ മാറി. അപ്പോൾ ഈ ഷിഫ്റ്റിന് പ്രധാനമായ കാരണം വിവേകാനന്ദൻ തുടങ്ങിയിട്ടുള്ള സന്യാസിമാർ എല്ലാവരും തന്നെ ഒരു പക്ഷേ ശ്രീകൃഷ്ണനേക്കാളും ശങ്കരാചാര്യരെക്കാളും ക്രിസ്തുവിനെയാണ് പല കാര്യത്തിലും ഉദാത്തമായ മാതൃകയായിട്ട് കണ്ടിരുന്നത്. വിവേകാനന്ദ സ്വാമിയുടെ ഒരു ഫേമസ് കോട്ടുണ്ട്, ബുദ്ധ ഹാഡ് എ ഹാർട്ട് വിച്ച് ശങ്കര ഫെയിൽ ടു ഹാവ്. വിവേകാനന്ദ സാഹിത്യ സരസിലുണ്ട്, ബുദ്ധന് ഒരു ഹൃദയമുണ്ടായിരുന്നു, ശങ്കരന് ഇല്ലാത്തൊരു ഹൃദയം. ഇത് വായിക്കുന്ന സാധാരണ ഹിന്ദു വേറെ റെഫറൻസിന് പോവില്ല, കാരണം പറഞ്ഞതാരാണ്? വിവേകാനന്ദനാണ്, ഹീറോ ആണ്. സോ ഇത് വലിയൊരു മാറ്റം നമ്മുടെ സമാജത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വിവേകാനന്ദൻ്റെ ഇമ്പാക്റ്റ് ചെറുതല്ല. ഞാനൊക്കെ സാഹിത്യ സർവസ്വം പല ഉരുവാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും വായിച്ചിട്ടുള്ളത്, പല ഉരു. ഐ വാസ് എൻ ആർഡൻ ഡെവറ്റി ഓഫ് വിവേകാനന്ദ. എന്നുവെച്ചാൽ അതിൽ കോട്ടുകൾ പറയാൻ എന്തൊരു ഉത്സാഹമായിരുന്നു. കോളേജിലൊരു പ്രസംഗ മത്സരം വന്നാൽ
വിവേകാനന്ദനെ കോട്ട് ചെയ്താൽ ഒരു അനുഭവമായിരുന്നു. ഓഫ് കോഴ്സ് അദ്ദേഹം വളരെ വളരെ കഴിവുള്ള മഹാനായൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ രാജാക്കന്മാരും മഹാന്മാരുമാണ് സത്യത്തിൽ ഹിന്ദുമതത്തിനെ ചതിച്ചത്. സാധാരണക്കാരൻ്റെ കർഷകനോ കുമാരേട്ടനോ അല്ല. കാരണം അവൻ്റെ കുലദേവതയും അവൻ്റെ നാട്ടിലെ ആചാരമാണ് വലുത്. വലിയ ആളുകൾ ഗോ നേറ്റീവായി. ഇപ്പോൾ വിവേകാനന്ദൻ ഇത്ര ചെയ്തെങ്കിൽ അതിന് ശേഷം വന്ന 1935 മറ്റോ അമേരിക്കയിൽ പോയ പരമഹംസ യോഗാനന്ദൻ ഇതിന് 100 ഇരട്ടി കാണിച്ചു. അദ്ദേഹം കഴുത്തിൽ കുരിശിൻ്റെ മാല ധരിച്ചുകൊണ്ട് നടന്നിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അതിൽ ക്രിക്കറ്റർ വിരാട് കോഹ്ലി ചെറുപ്പക്കാരെ വളരെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റ് ക്രിക്കറ്റേഴ്സിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു വ്യത്യാസമുണ്ട്. ഒരു സ്പിരിച്വൽ ബെൻഡ് ഓഫ് മൈൻഡുള്ള ആളാണ് പുള്ളി. ആ കണ്ണുകൾ കണ്ടാൽ അറിയാം നമുക്ക്. വിരാട് കോഹ്ലി ഒരിക്കൽ ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന പുസ്തകം വായിക്കുന്നു. ഇത് വളരെ വളരെ പോപ്പുലർ ബുക്കാണത്. എൻ്റെ ഭയം എന്താണെന്നറിയോ, ഇത് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ നല്ല 916 ഹിന്ദുവായി വിരാട് കോഹ്ലി നാളെ ക്രൈസ്റ്റ് ഒരു റിയാലിറ്റി ആണെന്ന രീതിയിലേക്കും ഹിന്ദു ദൈവങ്ങൾ ഒരു തത്വങ്ങൾ അങ്ങനെയുള്ള സന്യാസികളെ പറയുള്ളൂ. കൃഷ്ണനൊക്കെ തത്വമാണ്, ശങ്കരാചാര്യ തത്വമാണ്, അല്ലെങ്കിൽ പിന്നെ ശിവൻ തത്വമാണ്. ഇതൊന്നും ഉള്ളതല്ല. അപ്പോൾ ഹിന്ദു ഗോഡ്സ് എല്ലാം അൺറിയലാണ്, ഇമാജിനറിയാണ്, അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് മൈൻഡാണ്. ക്രൈസ്റ്റ് ഹാസ് എ ഹിസ്റ്റോറിക്കൽ പ്രസൻസ്, ഹാഡ് എ പ്രസൻസ് എന്ന് പറയും. അപ്പം അങ്ങനെ ഈ ഷിഫ്റ്റ് നിയോ വേദാന്തം എന്ന് പറഞ്ഞാൽ ബൈബിൾ സംസ്കൃതത്തിൽ പറഞ്ഞു വരികയാണ്. അങ്ങനെ കേരളത്തിലൊരു സന്യാസി ബുക്ക് എഴുതിയിട്ടുണ്ട്, സുവിശേഷം വേദാന്തം സുവിശേഷത്തിലൂടെ.